ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഥയുടെ സ്റ്റാർട്ടിനെ കാണിക്കേണ്ടത് നമ്മുടെ കഥയിലെ ഹീറോയിനാണ് കേട്ടോ. ഇവിടെ നിന്ന് പറയുന്നത് ഒരു ഫേമസ് ആയിട്ടുള്ള ഷെഫാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരു പ്രോഗ്രാമിൽ വരാണ് കേട്ടോ. അപ്പോൾ ആ ടൈമിലാണെങ്കിൽ ഇവൾ നല്ല കോൺഫിഡൻസോട് കൂട്ടാണ് വരണത്. ഇതെന്ന് പറയുന്നത് ഒരു കോമ്പറ്റീഷനാണ് കേട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ ആ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുകയാണ്. ആ ടൈമിൽ കറക്റ്റ് നമ്മുടെ ഹീറോയിനാണെങ്കിൽ സ്ലിപ്പായിട്ട് വീഴുന്നുണ്ട് കേട്ടോ. വീണ് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ കണ്ണ് തുറക്കുമ്പോൾ നോക്കുന്നത് അവളൊരു കൊട്ടാരത്തിൽ എത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഹീറോയിൻ ടൈം ട്രാവൽ ചെയ്തിട്ട് ഹിസ്റ്റോറിക് വേൾഡിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇവൾ മിററിൽ നോക്കുന്ന സമയത്ത് ഇവളുടെ ഫേസൊക്കെ ആകെ മാറിയിട്ടുണ്ട്. ഇവൾ ചബ്ബികളായി മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇവളുടെ തോഴി വന്നിട്ട് ചോദിക്കുകയാണ്, അല്ല മേഡം എന്താ റെഡി ആയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവള് മാന്ന് പറഞ്ഞിട്ട് നമ്മുടെ തോഴിയാണെങ്കിൽ ഇഷ്ടപ്പെട്ട ഡിഷസ് കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് ഇവൾ പറയണത് ഞാൻ ഓൾറെഡി തന്നെ വെയിറ്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തോഴി പറഞ്ഞിട്ട് ഇതൊക്കെ മേഡത്തിന് ഇഷ്ടമാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയണത് ഇനി തൊട്ടേക്ക് ഇത് വേണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെ കിച്ചൺ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ കിച്ചൻ്റെ അടുത്തേക്ക് പോകേണ്ട. ആ സമയത്ത് നമ്മുടെ തോഴിയും അവൾ കൂടെ പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിനും പറയുന്നത് നല്ലൊരു ഷെഫൊക്കെ ആണല്ലോ, ടീവിൾ തന്നെ കുക്ക് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് തോഴിക്ക് ഭയങ്കര പേടിക്കാൻ വേണ്ടി കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടുത്തെ സാധനങ്ങൾ ഓരോന്നൊക്കെ എടുത്തിട്ട് അവൾ നല്ല രീതിയിൽ കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ നല്ലൊരു ഷെഫാണല്ലോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ആരോ വരണ പോലെ തോഴിക്ക് തോന്നുന്നുണ്ട്. തോഴിയാണെങ്കിൽ അവിടെ ബോധം കെട്ട് വീഴുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിനാണെങ്കിൽ അല്ലാതൊക്കെ കുക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ സമയത്ത് വന്നത് ആരല്ല, നമ്മുടെ ഹീറോയാണ് കേട്ടോ. അപ്പോൾ ഹീറോയിനെ കാണുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനൊന്ന് പേടിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ ചോദിക്കുകയാണ് എന്താ എവിടെയും ചോദിക്കുന്നുണ്ട്, ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ പേടിക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ പറയുകയാണ് ഞാൻ ഫുഡ് കുക്ക് ചെയ്യാൻ വന്നാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഈ നമ്മുടെ ഹീറോ എന്ന് പറയുന്നത് ഈ വേൾഡിലെ രാജാവാണ് കേട്ടോ. നമ്മുടെ ഹീറോയിൻ അറിയില്ല. എന്നിട്ട് ഇവിടെ പറയുന്നത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ വിചാരിക്കൽ വല്ല പോയിസൺ ഉണ്ടെന്ന് വെച്ചിട്ട് അവൻ പറയുന്നത് നീ ആദ്യം ടേസ്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവള് കഴിക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ ഹീറോ കഴിക്കുന്നുണ്ട് കേട്ടോ. കഴിക്കണ വശം തന്നെ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവുന്നുണ്ട്. എന്നിട്ട് ഇവനാണെങ്കിൽ അത് ഫുള്ളും കഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഫുള്ളും കഴിക്കുന്ന സമയത്ത് അവൾ പറയുന്നത് അത് ഫുള്ളും കഴിക്കലെന്നും പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിൻ അവൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്താണല്ലോ. എന്നിട്ട് നമ്മുടെ ഹീറോയ്ക്കാണ് ദേഷ്യം വരുന്നുണ്ട്. ആ സമയത്ത് തന്നെ കറക്റ്റ് അവിടേക്ക് ആരോ വരുന്നുണ്ട് കേട്ടോ. അതെന്ന് വെച്ചാൽ ഭടന്മാരാണ്. നമ്മുടെ തോഴിയാണെങ്കിൽ ബോധം കെട്ടി വീണില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആരോ കയറുന്നു വെച്ചിട്ടാണ് അവർ വരണ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോയിനെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് അവനെ അവിടെ തിരിഞ്ഞ് നിർത്തുന്നുണ്ട്. ഇവള് പറയാണ് ഞാനിവിടെ ഫുഡ് കുക്ക് ചെയ്യാൻ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയോ പ്രശ്നമൊക്കെ സോൾവ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ ഹീറോ ഒന്ന് ലൈറ്റായിട്ട് ഇമ്പ്രൂവ്സ് ആവുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ ഫുഡൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ, അവൾ ഉണ്ടാക്കി വെച്ചത്. എന്നിട്ട് ഇവനാണെങ്കിൽ ഇവൻ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവൻ രാജാവെന്നൊന്നും പറയണില്ല, അത് ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിനും അവളെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ഇങ്ങനെ ചെറുതായിട്ട് തോളിൽ തട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ചിരി വരുന്നുണ്ട് കേട്ടോ. ഹീറോയ്ക്ക് ഓൾറെഡി അവൾ ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ പറയാണ് നീ ഉണ്ടാക്കണ ഫുഡൊക്കെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ ഹീറോയിൻ്റെ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോ ഉണ്ടല്ലോ രാജാവ്, രാജാവാന്ന് അവൾക്കറിയില്ല. നമ്മുടെ രാജാവ് നിയമിച്ചതായിരിക്കും കേട്ടോ ഇവളെ. പക്ഷെ രാജാവിനെ ഡയറക്റ്റായിട്ട് നമ്മുടെ ഹീറോയിൻ കണ്ടിട്ടുണ്ടായിരിക്കില്ല. നമ്മുടെ ഹീറോ തന്നെയാണ് രാജാവ്. പക്ഷെ അവനാണെങ്കിൽ ആ കാര്യം പറയൂല കേട്ടോ. അവൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ് ഇവളടുത്ത് സംസാരിക്കുന്നത്. എന്നിട്ട് ഇവളെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവനും ഭയങ്കര ഇഷ്ടമൊക്കെ ആവുന്നുണ്ട് കേട്ടോ ഇവളെ. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിൻ്റെ ആണെങ്കിൽ എക്സസൈസ് ഒക്കെ ചെയ്യാൻ കേട്ടോ. അവളെ വെയിറ്റ് കുറയ്ക്കണമല്ലോ, ഇപ്പം നല്ല വെയിറ്റ് ഉണ്ടല്ലോ അവള്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ തോഴിയാണെങ്കിൽ അവൾക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവള് പറയാണ് ഈ ഫുഡൊന്നും എനിക്ക് വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ, ഞാൻ വേറെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഫാറ്റ് ആവുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആ ഫുഡൊക്കെ സ്കിപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ചിക്കനൊക്കെ, അതൊന്നും അവൾ കഴിക്കണില്ല കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനാണ് കേട്ടോ. ഹീറോയിനെ നമ്മുടെ ഹീറോയിനെ കുറിച്ച് ആലോചിക്കാൻ കേട്ടോ. അതായത് അവൾ ഉണ്ടാക്കിയ ഫുഡ് ആ കാര്യങ്ങളൊക്കെയാണ് ആലോചിക്കുന്നത്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ അവൻ്റെ അടുത്താണെങ്കിൽ അവൻ്റെ ബടം നിൽക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ രാജാവ് ആലോചിക്കണേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവനും പറയാണ് ഒന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവർ മനസ്സിൽ തിങ്ക് ചെയ്യാണ് അവളെ വീണ്ടും മീറ്റ് ചെയ്യാൻ പറ്റുന്നൊക്കെയാണ് ഇവൻ ആലോചിക്കണത് കേട്ടോ. ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഹീറോയിനെ അവന് ഭയങ്കര ഇഷ്ടമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ഇങ്ങനെ സംസാരിക്കുകയാണ് തന്നെ. അപ്പോൾ അതേ സമയത്ത് തന്നെ അവൻ്റെ കൺസെപ്റ്റ് വരുന്നുണ്ട്. അതായത് നമ്മുടെ രാജാവിന് ഒരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അവൾ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇവള് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ രാജാവിൻ്റെ അടുത്ത് നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പെണ്ണിനോടാണെങ്കിൽ നമ്മുടെ രാജാവിന് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ പെണ്ണാണെങ്കിൽ നമ്മുടെ രാജാവിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ഫുഡൊന്ന് കഴിച്ച് നോക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയുടെ ഉള്ളിലാണെങ്കിൽ നമ്മുടെ ഹീറോയിന് ഉണ്ടാക്കിയ ഫുഡ് ഉണ്ടല്ലോ, ആ കാര്യമൊക്കെയാണ് അവൻ ആലോചിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഈ ഫുഡൊന്നും എനിക്ക് ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് ഈ പെണ്ണിനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ഇവളാണെങ്കിൽ ഇവളുടെ തോഴിനൊക്കെ പിടിച്ച് അടിക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ രാജാവിനോടുള്ള ദേഷ്യമാണ്. പിന്നീട് അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ഹീറോ നൈറ്റാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പമ്മി വരാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ലൈറ്റൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇങ്ങനെ കിച്ചണിലേക്കാണ് അവൻ നേരെ വരണത് കേട്ടോ. അപ്പോൾ വരണ സമയത്ത് തന്നെ അവിടെ ആരും കാണുന്നില്ല. അപ്പോൾ നമ്മുടെ ഹീറോയിനെ വിചാരിക്കും ഇതേതോ സ്ട്രേഞ്ചറാന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കയറി പിടിക്കുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനെ പിടിച്ച് ഇങ്ങനെ ഭിത്തിയിൽ പിടിച്ച് ഇങ്ങനെ ക്ലോസ് ആയിട്ട് നിർത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് രണ്ടുപേരും ഫേസ് ടു ഫേസ് വരുന്നുണ്ട് കേട്ടോ. അതായത് കിസ് ചെയ്യാൻ പോകുന്ന പോലെ വരുന്നുണ്ട്. അപ്പോൾ
ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ ചോദിക്കുകയാണ്, അല്ല നീയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ അതെന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇവന് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അതിന് ശേഷം നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഒരു കേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കേക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കേക്ക് ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട് കേട്ടോ. എനിക്ക് പറയാണ് ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പീസ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് നീ നന്നായി കുക്ക് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിന് ഇത് കേട്ട് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൻ്റെ പാസ്റ്റ് ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. അതായത് ഇവൻ ചെറുപ്പത്തിലെ തന്നെ ഇങ്ങനെ ഫുഡ് ഇങ്ങനെ ഇവൻ്റെ അമ്മയാണെങ്കിൽ കൊടുക്കണ്ടായിരിക്കില്ല. ആ സമയത്ത് ഇവൻ ഇങ്ങനെ കട്ടെടുക്കുന്ന ടൈമിൽ അമ്മയാണെങ്കിൽ ഇവന് പണിഷ്മെൻറ്റ് കൊടുക്കുക കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവൻ കുറച്ച് ഇമോഷണൽ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോനെ നല്ല രീതിയിൽ കംഫർട്ട് ആക്കുന്നുണ്ട് കേട്ടോ. അതായത് ഒന്നിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ഇവനെ ഇങ്ങനെ കംഫർട്ടായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഇവളോട് വീണ്ടും ഇഷ്ടമൊക്കെ ആവാണ് കേട്ടോ. എന്നിട്ട് ഇവന് ലൈറ്റായിട്ട് സ്മൈലൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോനെ തന്നെ നോക്കിയിരിക്കാൻ കേട്ടോ. പിന്നീട് അതിന് ശേഷം വേറൊരു നൈറ്റാണെങ്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരു വൈൻ കൊണ്ട് നമ്മുടെ ഹീറോയിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കുടിച്ചതിന് ശേഷം നമ്മുടെ ഹീറോയിനും അതുപോലെ ഹീറോയ്ക്കും കുറച്ച് ഹോട്ടായിട്ട് എന്തോ ഫീൽ അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. അതിലെന്തോ ഡ്രഗ്സ് എന്തോ കളിക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് ക്ലോസ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ കിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് അന്ന് നൈറ്റാണെങ്കിൽ അവർ രണ്ടുപേരും ഇൻറ്റിമേറ്റ് ആണ്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കാണിക്കുന്നത് കേട്ടോ. മോർണിംഗ് ടൈമിലാകുമ്പോൾ നമ്മുടെ ഹീറോയിൻ പറയാണ് എന്തെന്താ നൈറ്റ് നടന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് നീ ഒന്നും കൊണ്ടും വിഷമിക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുന്നൊക്കെ നമ്മുടെ ഹീറോ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. നീ ഈ പാലസ് വിട്ട് പോവായിരുന്നു പറയുന്നുണ്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത്. പിന്നീട് അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവളെ വെയിറ്റ് ഒക്കെ നന്നായിട്ട് കുറച്ചിട്ടുണ്ട്. നമ്മുടെ ഹീറോയിൻ നല്ല സുന്ദരിയായി മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവളുടെ ഈ രൂപം കണ്ടിട്ട് ഇവളെ തോഴി തന്നെ ഞെട്ടണം. എന്നിട്ട് പറയാണ് ക്യുന്നിന്നാണ് കേട്ടോ നമ്മുടെ ഹീറോയിൻ്റെ പേര് ഇവിടെ. എന്നിട്ട് പറയാണ് മേഡത്തിനെ കാണിപ്പോൾ നല്ല ലുക്കായെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ, നല്ല സൂപ്പറായെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ തോഴിയാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിന് ഭയങ്കര ഹാപ്പി ഒക്കെ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ തോഴി എന്ന് പറയുന്ന നല്ലൊരു ക്യാരക്ടറാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ തോഴി പറയാണ് ഇവിടേക്ക് ഫുഡ് കൊടുക്കേണ്ട ടൈമായെന്ന് പറയുന്നത്. നമ്മുടെ ഹീറോയിന് പറയുന്നത് ഷെഫാണല്ലോ. അപ്പോൾ അവൾക്ക് ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണം പാലസിലേക്ക്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അവിടുത്തെ ഒരു ലേഡിക്ക്. അപ്പോൾ ഇവളൊരു രാജകുമാരൻ കേട്ടോ. എന്നിട്ട് ഫുഡൊക്കെ കഴിക്കുന്ന സമയത്തുണ്ടല്ലോ ഈ പെണ്ണിനാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് തോന്നുന്നുണ്ട് കേട്ടോ. ഇവള് പറയണത് ഇത് നല്ല ഫുഡാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഫുഡ് കംപ്ലീറ്റ് കഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അവളിങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഫുഡൊക്കെ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേമസ് ആയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വരില്ല. അങ്ങനെ ഈ രാജകുമാരി കഴിച്ച് ഫുഡൊക്കെ സൂപ്പറാന്ന് പറഞ്ഞ ശേഷം ഒരുപാട് ആൾക്കാർ നമ്മുടെ ഹീറോയിൻ്റെ ഫുഡ് വാങ്ങാൻ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ തോഴിയാണെങ്കിൽ ആ ഫുഡൊക്കെ സപ്ലൈ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർക്ക് ഒരുപാട് ക്യാഷൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഈ കൺസെപ്റ്റ് ഉണ്ടല്ലോ ഇവൾക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അവൾക്കും ഒരു പാത്രം ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫുഡ് നമ്മുടെ ഹീറോയിനെ ഉണ്ടാക്കിയതെന്ന് പറയുന്ന സമയത്ത് ഇവൾക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഇവളാണെങ്കിൽ ആ ഫുഡ് നിലത്തിട്ട് പൊട്ടിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഹീറോയിനോട് ഓൾറെഡി ഇവൾക്ക് ദേഷ്യമാണ് കേട്ടോ. എന്നിട്ട് ഈ പെണ്ണിനോട് പറയാണ് എനിക്ക് എന്തായാലും അവളെ മീറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ തോഴുണ്ടല്ലോ അവൾ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ കൺസേർട്ടിൻ്റെ തോഴി വന്നിട്ട് ഇവളെ നല്ല രീതിയിൽ അപമാനിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേ സമയത്ത് ഈ പെണ്ണിനാണെങ്കിൽ ഈ പെണ്ണിനെ പിടിച്ച് അടിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഫുഡ് ഉണ്ടല്ലോ വലിച്ചെറിഞ്ഞ ഫുഡ് ഉണ്ടല്ലോ ഇവളെ കൊണ്ട് എടുത്ത് കഴിപ്പിക്കാൻ നോക്കുകയാണ് കേട്ടോ. ആ സമയത്ത് തന്നെ കറക്റ്റ് നമ്മുടെ ഹീറോയിനാണെങ്കിൽ കുറേ ക്യാഷൊക്കെ ഏൺ ചെയ്തല്ലോ. അപ്പോൾ ക്യാഷ് കൊണ്ട് വരണം ആ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഈ തോഴീനെ ഇങ്ങനെ ഇട്ട് കാണിക്കുന്നത് കാണുന്നുണ്ട്. എന്നിട്ട് ഇവള് വന്നു കഴിഞ്ഞിട്ട് അവിടുത്തെ ഭടന്മാരെ പിടിച്ച് അടിക്കുന്നുണ്ട് കേട്ടോ. അതേ സമയത്ത് തന്നെ നമ്മുടെ തോഴി അവിടെ നിലത്ത് വീണ് കിടക്കണമല്ലോ. ആ പെണ്ണിനും നല്ലൊരു അടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ തോഴിനെ എണീപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവളോട് ചോദിക്കേണ്ടത് എന്ത് പറ്റിയെന്ന് ചോദിക്കേണ്ടത്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ തോഴി പറയുന്നുണ്ട് കൊണ്ട് കൊടുത്ത ഫുഡാണെങ്കിൽ നിലത്ത് വലിച്ചെറിഞ്ഞു, എൻ്റെ അടുത്ത് മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കൺസേർട്ടിൻ്റെ പണിയാണ് ഇതൊക്കെ കേട്ടോ. കൺസേർട്ടിന് ഓൾറെഡി നമ്മുടെ ഹീറോയിനോട് വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ അതാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യണത് കേട്ടോ. അതായത് ഇവളെ ഫുഡ് കൊള്ളത്തില്ല എന്നൊക്കെ പറയുന്നത്. ആക്ച്വലി നമ്മുടെ ഹീറോയിൻ്റെ ഫുഡ് എന്ന് പറയുന്നത് നല്ല സൂപ്പർ ഫുഡൊക്കെയാണ് കേട്ടോ. എന്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ചെയ്യുന്ന പറയട്ടെ ആ ഫുഡ് ഉണ്ടല്ലോ അവളെ ഇതിൽ നിന്നൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ പറയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുന്ന ഒരാളത്ത് നിന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ പെണ്ണിനിട്ട് വീണ്ടും ഒരടി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കൺസേർട്ടിൻ്റെ തോഴിയുടെ അടുത്ത്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഈ പെണ്ണിനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് നിൻ്റെ പൊസിഷൻ എന്താണെന്ന് നീ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവൾക്ക് വാണിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിൽ അവിടെ നിന്ന് പേടിച്ച് ഓടിപ്പോണ്ട്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ തോഴിയോട് ചോദിക്കുന്നത് നീ ഓക്കെ അല്ലെന്ന് ചോദിക്കുമ്പോൾ അവൾ ആദ്യം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് എന്തായാലും ഈ പാലസിൽ നിന്ന് പോകണം,
കുറേ ക്യാഷ് ഏൺ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോനെ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇപ്പോഴും നമ്മുടെ ഹീറോയിനെ കുറിച്ച് ആലോചിക്കുകയാണ്. അപ്പോൾ അതേ സമയത്ത് തന്നെ അവളൊരു ബോക്സ് ഫുഡ് നമ്മുടെ ഹീറോയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഫുഡാണെങ്കിൽ നമ്മുടെ ഹീറോ എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ അവൾ ഓൾറെഡി ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ തന്നെ ഇഷ്ടമാവുന്നുണ്ട്. അപ്പോൾ അതൊരു ലെറ്റർ പോലെ എന്തോ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ ഹീറോയിനെ മീറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇവിടെ നിന്ന് എസ്കേപ്പ് ആകാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തോഴി ചോദിക്കുന്നുണ്ട്, മാഡം പോകണമെന്ന് ചോദിക്കുന്നുണ്ട്. രാജാവ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പണിഷ്മെൻറ്റ് കിട്ടില്ലെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്, ഇവിടെ നിന്ന് പുറത്ത് പോയാലാണ് നമുക്ക് കൂടുതൽ ക്യാഷൊക്കെ ഏൺ ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ലൈഫൊക്കെ സെറ്റിലാക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ പോകുന്ന ടൈമിൽ കറക്റ്റ് നമ്മുടെ ഹീറോ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഹീറോനെ കാണുന്ന സമയത്ത് ഇവൾക്ക് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഇവളെ കണ്ടിട്ട് മനസ്സിലാവണില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിന് ഇപ്പോൾ തടിയൊക്കെ കുറഞ്ഞില്ല, അവളെ ഫേസ് മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടുണ്ട്. ഇവളാണെങ്കിൽ പണ്ടത്തെ ആ ഒരു ഫ്രീഡം വെച്ചിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് ഇവനെ തൊട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ദേഷ്യം വേണ്ടി ഹീറോ ചോദിക്കുകയാണ് ആരാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നത് എന്നെ മനസ്സിലായില്ലേന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ക്യുന്നെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ഇവളുടെ പേര് ക്യുന്നെന്നാണല്ലോ. അപ്പോൾ ഇവളിങ്ങനെ ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട് ക്യുന്നാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവള് മതിയെന്ന് പറയുന്നുണ്ട്, ഞാൻ വെയിറ്റൊക്കെ കുറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ ഞാൻ ഇവിടുന്ന് പോകാൻ പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളെ പിടിച്ച് ഹഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ക്ലോസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ തോഴി കാണുന്നുണ്ട് കേട്ടോ. തോഴി പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പം എന്താ സംഭവിക്കുന്നതാണ് അവൾ ആലോചിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോയ്ക്ക് വേണ്ടിയിട്ട് ഫുഡൊക്കെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഫുഡൊക്കെ എടുത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ പറയാണ് അവളുടെ ഡ്രീം എന്ന് പറയുന്നത് ഒരു നല്ലൊരു വലിയൊരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആക്കണം, അതൊക്കെയാണ് അവളുടെ ഡ്രീം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ഒരുപാട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ അവളെ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട്. അവൻ അവളെ തന്നെ നോക്കിക്കാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഈ ഞാനും നീയും ഒക്കെ ഒരു ഫാമിലി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവള് നല്ല ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതിന് ഭയങ്കര ഇഷ്ടമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ ഒരു ഡിഷ് ട്രൈ ചെയ്യുന്ന പറഞ്ഞ് കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിനെ പിടിച്ച് കിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കിസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവനാണെങ്കിൽ ഒരു സെക്കൻഡ് അവൾ നോക്കുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവൻ അവിടെ നിന്ന് എടുത്ത് ബെഡിൽ കൊണ്ട് എടുത്തിട്ടുണ്ട്. പിന്നീട് വീണ്ടും അവർ രണ്ടുപേരും അതിനായിട്ട് വീണ്ടും ഇൻറ്റിമേറ്റ് ആവാണ് കേട്ടോ. നെക്സ്റ്റ് മോർണിംഗ് ആണ് കാണിക്കുന്നത്. മോർണിംഗ് ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോ പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉറക്കി എണീക്കുന്ന ടൈമിൽ ഹീറോനെ കാണുന്നില്ല കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ ഒരു ജാഡ് പെന്നിൽ എന്തോ ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും, ഈ പാലസ് വിട്ട് പോവുമായിരുന്നായിരിക്കും ആ വീതി ഉണ്ടായിരിക്കണം. എന്നിട്ട് അവൾ സ്മൈൽ ചെയ്യുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ വീണ്ടും എക്സസൈസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ആ ടൈമിലാണെങ്കിൽ അവൾക്ക് തീരെ വയ്യാണ്ടാവ് വരുന്നുണ്ട്, അവൾക്ക് വൊമിറ്റിംഗ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ തോഴി ചോദിക്കേണ്ടത് എന്ത് പറ്റി മാഡം എന്ന് ചോദിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് എന്താണെന്നറിയില്ല ഇന്ന് മോർണിംഗ് കഴിച്ച ഫുഡിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആ വൈദ്യം വന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ആ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ പ്രഗ്നൻ്റ് ആണ്. ഇത് കേട്ട് ഇവളൊന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവള് ചോദിക്കുന്നുണ്ട് ഇവള് പറയുന്നുണ്ട് ഈ വിവരമൊന്നും ആരെടുത്തും പറയുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൾ നോക്കിയെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവളാണെങ്കിൽ ആൾക്ക് സ്വർണ്ണമൊക്കെ കൊടുക്കുന്നുണ്ട്. ആൾ നേരെ വന്ന് നമ്മുടെ കൺസൾട്ടൻ്റെ അടുത്ത് ഈ കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇവളിത് കേൾക്കുന്ന സമയത്തുണ്ടല്ലോ ഇയാൾക്ക് കുറച്ച് സ്വർണ്ണമൊക്കെ കൊടുത്തിട്ട് പറയാണ് അവൾക്കിട്ടുള്ള പണി കൊടുക്കേണ്ട ടൈമായി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇയാൾക്ക് ഇത് കേട്ട് ഭയങ്കര ഹാപ്പി, കാരണം കുറേ സ്വർണ്ണം കിട്ടിയല്ലോ. പിന്നീട് അതിന് ശേഷം നമ്മുടെ ഹീറോയിൻ ഫുഡ് കഴിക്കുന്ന ടൈമിൽ നമ്മുടെ തോഴി വന്നിട്ട് പറയാണ് കൺസൾട്ട് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇവളാണെങ്കിൽ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഈ കൺസൾട്ട് വന്നിട്ട് നമ്മുടെ ഹീറോയിനെ നല്ല രീതിയിൽ അപമാനിക്കുന്നുണ്ട് കേട്ടോ. നീ എന്താ പ്രഗ്നൻ്റ് ആണെന്നൊക്കെ കേട്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആരാണ് കുട്ടിയുടെ അച്ഛൻ എന്നൊക്കെ ചോദിച്ചിട്ട് ഇവളെ അടുത്താണെങ്കിൽ ഇങ്ങനെ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയാണ് നീ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ നമ്മുടെ ഹീറോയിനെ നല്ല രീതിയിൽ ടോർച്ചർ ചെയ്തിട്ട് അവളെ പിടിച്ച് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ തോഴിയാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് നമ്മുടെ രാജാവിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ ഹീറോയിനെ എങ്ങനെയും രക്ഷപ്പെടുത്തണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ കൺസൾട്ട് അവൾ ഉപദ്രവിക്കാന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോനെ അത് കേൾക്കേണ്ട താമസം വേഗം വന്നിട്ട് കൺസൾട്ട് ചോദിക്കേണ്ടത് എവിടെ ഹീറോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവളൊന്നറിയാത്ത പോലെ അവൾ എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഉണ്ടല്ലോ നമ്മുടെ രാജാവ് പറയുന്നുണ്ട് സത്യം പറയാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ഇവളും പറയുന്നത് ഞാൻ സത്യമാണ് പറയുന്നത് എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ തോഴി പറയാണ് നമ്മുടെ ഹീറോയിനെ ഒരുപാട് ഉപദ്രവിച്ചെന്നൊക്കെ പറയുന്നുണ്ട്, ആൾ പ്രഗ്നൻ്റ് ആണെന്ന് പോലും നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് സത്യം നീ പറയണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ടൈമിൽ ഇവരുടെ സംസാരമൊക്കെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉള്ളിൽ നിന്ന് കേൾക്കണ്ടായിരിക്കും. ഇവളെ റൂമിലിട്ട് അടച്ചിട്ടൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അവിടെ ഒരു പാത്രം പോലെ എന്തുകൊണ്ടായിരിക്കും അതാണ് ഇവൾ തട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവേണ്ടി അതിൻ്റെ ഉള്ളിൽ ആരും ഉണ്ടെന്ന് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടേക്ക് പോകാൻ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് കൺസൾട്ടനാകെ പേടിയാവും കേട്ടോ. അവൾ പോവല്ലെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ ഡോർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഭയങ്കര ആവശ്യമായിട്ട് കിടക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് സോറി ഞാൻ ലേറ്റായി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കൺസൾട്ടിനാകെ പേടിയാവുകൊണ്ട് അവൾ മുട്ടുകുത്തിയിരുന്ന് കഴിഞ്ഞിട്ട് സോറി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്, കാരണം ഇവൻ്റെ കുട്ടിയാണെങ്കിൽ അവളെ വഹിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇവൻ പറയാണ് കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിന്നെ ജീവനോടെ വെച്ചില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനും കൊണ്ട് അവിടെ നിന്ന് പോകണ്ട. അങ്ങനെ നമ്മുടെ
വൈദ്യനാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മുടെ രാജാവ് ചോദിക്കുന്നുണ്ട് എന്താ അവൾക്കൊന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വൈദ്യം പറയുന്നുണ്ട് ആൾക്ക് കുറച്ച് റെസ്റ്റ് വേണമെന്നൊക്കെ പറയുന്നുണ്ട്. ഓൾറെഡി പ്രഗ്നൻ്റ് ആണല്ലോ, ബോഡിയൊക്കെ കുറച്ച് വീക്കാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയും ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹീറോയും പറയാണ് നിങ്ങൾ ആക്ച്വലി രാജാവാരെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എന്നെ നിങ്ങൾ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ സംസാരിക്കുന്നുണ്ട്. കാരണം ഇവൾക്ക് അറിയില്ലായിരുന്നു നമ്മുടെ ഹീറോ രാജാവാണെന്നുണ്ട്. അപ്പോൾ ഇവനും സത്യങ്ങളൊക്കെ പറയാൻ വരുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് എനിക്കൊന്നും കേൾക്കണം, ഇനി തൊട്ട് നമ്മൾ സെപ്പറേറ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ കുട്ടിക്ക് നിങ്ങൾക്കും യാതൊരു ബന്ധമില്ല എന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. അത് കേൾക്കും നമ്മുടെ ഹീറോയ്ക്ക് ദേഷ്യം പറയാണ് ഇത് എൻ്റെ കുട്ടിയാണെങ്കിൽ എൻ്റെ വയറ്റിലൂടെ എന്നൊക്കെ പറയുന്നുണ്ട്. നീ പാലസ് വിട്ട് പുറത്ത് പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോയിട്ട് നമ്മുടെ ഹീറോയിനും കരയുന്നുണ്ട് കേട്ടോ. പിന്നീട് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അമ്മയാണെങ്കിൽ നമ്മുടെ ഈ കൺസൾട്ടിന് വാണിംഗ് ചെയ്യുന്നുണ്ട്. ഇനി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിന്നെ ഈ പാലസിന് പുറത്താക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവളും സോറി പറയുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ തോഴിക്കാണെങ്കിൽ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാവുന്നത് നൂഡിൽസാണ്. ഇവിടെ പറയുന്നത് ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഭയങ്കരമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇത് പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ പറയാണ് തോടിയുടെ അടുത്ത് ഇവിടെ നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പം എന്തായാലും എന്നോട് ദേഷ്യക്കുണ്ടാവില്ലെന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയുന്നത് എന്ന് എനിക്ക് നല്ല ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഇവനും ഭയങ്കര ഹാപ്പിയൊക്കെ ആവണ്ട. അപ്പോൾ എന്നോട് ദേഷ്യം ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ ചുമച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഞാൻ വന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അകത്തേക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനും തോഴി എണീക്കുന്നുണ്ട്. എന്നിട്ട് ഇവനാണെങ്കിൽ നമ്മുടെ രാജാവിന് നമസ്കാരം പറയുന്നുണ്ട്. കാരണം അവൻ രാജാവാണല്ലോ. എന്നിട്ട് ചോദിക്കേണ്ടത് എന്താ ഈ നേരത്തെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ഇതിനെ ഒന്ന് കാണാൻ വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട് ഫുഡ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് ഞാൻ ഫുഡ് അഡീഷണൽ ആയിട്ട് ഉണ്ടാക്കിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഞാൻ ഫുഡൊക്കെ തരില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ തോഴി വായി പൊത്തുണ്ട് കേട്ടോ. പടം വന്നിട്ട് പറയുന്നുണ്ട് രാജാവിന് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് രാജാവ് മേലേക്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് ഫുഡൊക്കെ ആൾ കഴിച്ചാലും കഴിച്ചിട്ട് എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഹീറോയ്ക്ക് ദേഷ്യമായിട്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനും പറഞ്ഞത് കുറച്ച് കൂടി പോയെന്നൊക്കെ അവൻ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ പടം വന്നിട്ട് പറയാണ് രാജാവിന് ഭയങ്കര ഇഷ്ടമാണ് ക്യൂനിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ സംസാരിക്കുന്നുണ്ട് നമ്മുടെ രാജാവിന് സപ്പോർട്ടീവായിട്ട്. അപ്പോൾ ഇവളൊന്നും ആലോചിക്കുന്നുണ്ട് സത്യമൊക്കെയാണ്. പക്ഷേ ഇവൾക്ക് ദേഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ രാജാവെന്ന കാര്യം ഹൈഡ് ചെയ്ത് വെച്ചല്ലോ അതാണ് കേട്ടോ. പിന്നീട് കൺസേർട്ടിൻ്റെയാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ കൺസേർട്ടിൻ്റെ അടുത്ത് ആ തോഴി വന്നു കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ കൺസേർട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ ഹീറോയിനെ കൊച്ചിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. കൺസേർട്ട് കുറച്ച് ഫുഡ് കൊടുത്ത് അയക്കുന്നുണ്ട്. അപ്പോൾ അതിലെന്തോ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ അതിങ്ങനെ വായിൽ വെക്കുമ്പോൾ എന്തോ ടേസ്റ്റ് വ്യത്യാസം കൊണ്ട് നമ്മുടെ ഹീറോ കറക്റ്റ് അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഹീറോനെ കാണുന്ന സമയത്ത് തന്നെ ഇയാളാണെങ്കിൽ മുട്ടുകുത്തി നിൽക്കുന്നുണ്ട്. കാരണം ഇയാൾ ഓൾറെഡി തെറ്റ് ചെയ്ത കാര്യം നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോനെ കാണുമ്പോൾ പേടിക്കുന്നുണ്ട്. അപ്പോൾ അതേ ടൈമിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് വേഗം വന്നിട്ട് ഫുഡൊക്കെ തട്ടിക്കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇയാൾ ഓൾറെഡി തന്നെ പോയിസൺ കഴിച്ചിട്ടുണ്ടായിരിക്കും. കാരണം ഇനി നമ്മുടെ ഹീറോനെ കയ്യിൽ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ കൊല്ലുന്ന ഇവന് ഉറപ്പാണ്. അങ്ങനെ ഇയാളാണെങ്കിൽ അവിടെ വെച്ച് മരിക്കാനോട്ടോ. അല്ലെങ്കിൽ കൺസൾട്ടിൻ്റെ പേര് പറയേണ്ട പറ്റില്ലോ. എന്നിട്ട് നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട് നീ ഓക്കെ അല്ലെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് ഞാൻ ഓക്കെ എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് നമ്മുടെ ഹീറോ പറയണേ എന്തായാലും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തില്ലെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി എന്നോട് ദേഷ്യമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇതിന് നല്ല ഞാൻ മീൽസ് ഉണ്ടാക്കി തരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫുഡ് എന്ന് പറയുന്നത് നൂഡിൽസ് ആണ്. എന്നിട്ട് ഇത് ആണെങ്കിൽ നമ്മുടെ ഹീറോനോട് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് ഹാപ്പി ആവുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് ദേഷ്യം പറയുന്നതാണ് അവൻ ചിന്തിക്കണത് കേട്ടോ. എന്നിട്ട് ഇവനാണെങ്കിൽ ഫുഡ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആക്ച്വലി നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവൾ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആക്കല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഇവൻ്റെ അടുത്ത് പെർമിഷൻ വെക്കാനൊക്കെയാണ് വന്നേക്കണത് കേട്ടോ. എന്നിട്ട് ഇവളും നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് അതിലെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഹീറോ ചോദിക്കേണ്ടത് എന്താ എനിക്ക് വേണമെന്ന് ചോദിക്കേണ്ട. ആ സമയത്ത് നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് എനിക്കൊരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ അവളുടെ ഡ്രീം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നത് റെസ്റ്റോറൻറ്റൊക്കെ ഓപ്പൺ ആക്കിയോ പക്ഷേ എനിക്ക് എന്നും ഫുഡ് കൊണ്ട് തരണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഇവൾക്ക് അത് ഇഷ്ടാവില്ല കേട്ടോ. ഇവൾ പറയണം അതൊന്നും എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോയ്ക്കും ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് അതെന്താ എനിക്ക് ഫുഡ് കൊണ്ട് തന്നെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് അങ്ങനെ എപ്പോഴൊന്നും ഫുഡ് തരാനൊന്നും പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയാണ് എന്നാൽ പിന്നെ നീ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനും പറയുകയാണ് ഇവൻ എന്തൊരു മനുഷ്യനാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം എൻ്റെ തോഴി പറയേണ്ട രാജാവ് കുറച്ച് ദേഷ്യമില്ലാന്ന് തോന്നുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഡേ വരുന്ന സമയത്തുണ്ടല്ലോ കിച്ചണിലാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ജോലിക്ക് എടുത്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇത് കണ്ട് നമ്മുടെ ഹീറോയിനൊന്നും ഷോക്കണ്ട. ആ സമയത്ത് അതിൽ ഒരാൾ വന്നിട്ട് നമ്മുടെ ഹീറോയിനോട് ചോദിക്കുകയാണ് എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് തോഴി ഇവിടെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇവിടുത്തെ
ഷെഫാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോൾ ഇയാളും പറയണ ഓ അപ്പോൾ അവളാണല്ലേ എന്നൊക്കെ മനസ്സിൽ തിങ്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ കൺസൾട്ടിൻ്റെ പണിയായിരിക്കും ഇവരൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. എന്താ നമ്മുടെ ഹീറോയിനെ ഇവിടുന്ന് പൊകിച്ച് പുറത്ത് ചാടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൺസൾട്ടിൻ്റെ അടുത്ത് വന്നിട്ട് അവളെ തോഴി പറയുന്നുണ്ട് നമ്മുടെ ഹീറോയിൻ കിച്ചണിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവളും അവിടേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് അവൾ നേരെ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ കൺസൾട്ടിനെ കാണുന്ന സമയത്ത് ഇവരൊക്കെ ഭയങ്കര ബഹുമാനമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിന് കാര്യം മനസ്സിലാവുന്നുണ്ട് ഇവളുടെ പണിയാണ് ഇവരിങ്ങനെ ഏർപ്പെടുത്തിക്കണത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൺസൾട്ട് വന്നിട്ട് പറയണേ ഇനി നിൻ്റെ ഇവിടെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്, നീ പൊക്കൊന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവള് പറയുന്നുണ്ട് എന്നെ ഇവിടെ നിയമിച്ചു വരുന്ന രാജാവാണ് ആൾ പറയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് കറക്റ്റ് നമ്മുടെ ഹീറോ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഹീറോനെ കാണുന്ന സമയത്ത് നമ്മുടെ കൺസൾട്ടാണെങ്കിൽ നല്ല പിള്ള പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. കാരണം അവൾക്ക് ഉറപ്പാണ് നമ്മുടെ ഹീറോയ്ക്ക് ഇഷ്ടം ഹീറോയിനാണ്, അവളെന്തായാലും ഒന്നും പറഞ്ഞു വിടില്ല എന്നറിയാം കേട്ടോ. ടി വിയിൽ ലൈറ്റായിട്ട് സ്മൈൽ ചെയ്തിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്കാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിന് എന്തൊരു ഡിഷ് തയ്യാറാക്കാണ്. എന്നിട്ട് നമ്മുടെ ഹീറോ ചോദിക്കുകയാണ് നീ എന്താണ് തയ്യാറാക്കണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്താണെങ്കിൽ നമ്മുടെ കൺസൾട്ടിന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ക്ലോസ് ആയിട്ട് സംസാരിക്കുകയാണല്ലോ. ഈ സമയത്ത് കൺസൾട്ട് തോഴിയുടെ അടുത്ത് പറയാണ് നമുക്കും ഒരു ഡിഷ് ഉണ്ടാക്കുന്നത് പറഞ്ഞിട്ട് ഈ കൺസൾട്ടാണെങ്കിൽ എന്തൊരു ഡിഷ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവൾക്കാണെങ്കിൽ ഇതൊന്നും അറിയണില്ല കേട്ടോ. ഇവൾ ഉണ്ടാക്കുന്നതൊക്കെ മൊത്തം കൊളാവുന്നുണ്ട്. അങ്ങനെ ഒരു കണക്കിന് അവൾ ഉണ്ടാക്കണ്ട. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ ഫുഡൊക്കെ ഉണ്ടാക്കി ആകെ ക്ഷീണിക്കുകയാണല്ലോ. അപ്പോൾ ഈ ഹീറോ ആണെങ്കിൽ അവളെ നല്ല രീതിയിലേക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ കൺസൾട്ടിനെ കണ്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവനാണെങ്കിലോ കർച്ചീഫ് എടുത്തിട്ട് ഇവള് വേർപ്പൊക്കെ ഇങ്ങനെ ഒപ്പി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി കാണുമ്പോൾ പിന്നെ പറയണ്ട കേട്ടോ. ഇവളാണെങ്കിൽ ഭയങ്കര മൊത്തം കൺട്രോൾ പോകണ്ട. അപ്പോൾ ഈ സമയത്ത് ഇവള് തോഴിയാണെങ്കിൽ ആ കർച്ചീഫ് എടുത്തിട്ട് അവളെ വേർപ്പ് ഒപ്പി കൊടുക്കുമ്പോൾ അവൾ പറയണത് ഇതൊന്നും വേണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനാ വന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുകയാണ് ഫുഡൊക്കെ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഞാൻ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ ഇവള് തോഴിനെ വിളിച്ചിട്ട് നമ്മുടെ കൺസൾട്ടിനും ഒരു നോട്ടം നോക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ ഉണ്ടല്ലോ നമ്മുടെ രാജാവും അവളെ ഫോളോ ചെയ്തിട്ട് പുറകെ കൂടെ പോയി നിൽക്കണ്. അപ്പോൾ കൺസൾട്ട് വന്നിട്ട് നമ്മുടെ രാജാവിൻ്റെ അടുത്ത് നിൽക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവൻ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കൺസൾട്ട് പറഞ്ഞു ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഫുഡാണ് ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയ്ക്ക് ഉണ്ടല്ലോ ഇത് കഴിക്കണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇവളും പ്ലീസ് കഴിക്കുന്നത് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഹീറോ പറയുന്നുണ്ട് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, നിനക്ക് ഇതിന് വലിയ സ്കില്ലൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നീ വെച്ചുണ്ടാക്കിയ ഫുഡൊന്നും ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാജാവ് അങ്ങനെ മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കൺസൾട്ടിന് നല്ലത് വിഷമം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രാജാവ് പറയുകയാണ് ഇനിമേലിൽ നീ കിച്ചൻ്റെ 7 അയലത്ത് പോലും വരരുത്, ഇവളെ ഇവിടേക്ക് അടുപ്പിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഇവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞ് നമ്മുടെ കൺസൾട്ട് അടുത്ത പ്ലാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ. അതായത് നമ്മുടെ ഹീറോയിനെ എങ്ങനെ ഇവിടുന്ന് പുറത്താക്കാന്നാണ് അവൾ ചിന്തിക്കുന്നത്. അങ്ങനെ തോഴിക്കായിട്ട് എന്തൊക്കെയോ പ്ലാനൊക്കെ അവർ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നീട് അതിന് ശേഷം കാണിക്കുന്നത് വേറൊരു ക്യാരക്ടറാണ്, ഇവൻ്റെ പേരാണ് പെയ് കേട്ടോ. അപ്പോൾ പെയ് ആണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കാണുന്നുണ്ട്. അപ്പോൾ ഇവൻ ഓൾറെഡി മുന്നേ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹീറോയിൻ്റെ പേരൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ക്യുന്നെന്നാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഷെഫാന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ്റെ വിചാരം ഇവള് സിംഗിളാണെന്ന്. ഓൾറെഡി ഇവള് സിംഗിളാണ്, പക്ഷേ എന്ന് വെച്ചാൽ ഇവള് പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഇവരിങ്ങനെ ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നത് നമ്മുടെ ഹീറോ അവിടെ നിന്ന് വാച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ഹീറോ ഉള്ള കാര്യം ഇവർ കണ്ടിട്ടില്ല കേട്ടോ. എന്നിട്ട് പെയ് പറയുകയാണ് ഇവിടെ നിന്ന് കഷ്ടപ്പെടണം, നിങ്ങൾ നല്ല ടാലൻറ്റുള്ള ഒരു പേഴ്സണല്ല എൻ്റെ കൂടെ വരാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പെയ് ആണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. ആ സമയത്ത് ഹീറോയിൻ പറയുന്നുണ്ട് ഞാൻ ഈ പാരസ് വിട്ട് വരില്ല, ഞാൻ പ്രഗ്നൻ്റ് ആണ്, എൻ്റെ കുട്ടിയുടെ അച്ഛൻ രാജാവെന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് പറയുന്ന ആളെ വിട്ട് ഞാൻ ഒരിക്കലും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ ഹീറോ അവിടെ നിന്ന് വാച്ച് ചെയ്യണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ഹാപ്പിക്ക് ആവുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ പറഞ്ഞല്ലോ അതായത് എൻ്റെ കുട്ടിയുടെ അച്ഛൻ രാജാവാണ്, ആളെ വിട്ട് വരില്ല എന്ന്. അപ്പോൾ അവനോട് ദേഷ്യക്കില്ല എന്നാണ് നമ്മുടെ ഹീറോ വിചാരിച്ചിരിക്കണത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഒരു കാര്യം മനസ്സിലാവാനായിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോനെ ഭയങ്കര ഇഷ്ടമൊക്കെയാണെന്ന് കേട്ടോ. എന്നിട്ട് ഇവള് പറയുന്നുണ്ട് സോറി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നമ്മുടെ ഈ പേരെടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പേര് പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇവള് പറയാണ് നമ്മളെപ്പോഴും നല്ല ജസ്റ്റ് നല്ലൊരു ഫ്രണ്ടൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇവൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനും ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ് എന്തെങ്കിലും ഹെൽപ്പൊക്കെ വേണമെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാനൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളും ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ തിരിച്ച്. അപ്പോൾ ഇവരുടെ ഈ സംഭാഷണം മൊത്തം നമ്മുടെ ഹീറോ ആണെങ്കിൽ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ഹീറോ നിൽക്കുന്ന കാര്യം നമ്മുടെ ഹീറോയിനൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയൊക്കെ ആവുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കണ സമയത്ത്. കാരണം ഇവള് നമ്മുടെ ഹീറോയിനെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഹീറോയിൻ്റെ ഉള്ളിൽ. പിന്നീട് അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനാണ്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവളുടെ തോഴിയാണെങ്കിൽ കണ്ണ് പൊത്തി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അത് എവിടേക്കെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോ പറഞ്ഞിട്ടായിരിക്കും. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട് നീ എവിടേക്ക് എന്നെ കൊണ്ടുവരണേന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്താണെങ്കിൽ നമ്മുടെ തോഴി പറയുന്നുണ്ട് വായു മേഡം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കിച്ചണിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൾക്ക് വേണ്ടി എന്തോ ഡിഷ് കുക്ക് ചെയ്തിട്ടുണ്ട്, നൂഡിൽസാണ്. എന്നിട്ട് നമ്മുടെ ഹീറോ ഫ്രണ്ട് വരുന്നുണ്ട്. ആ ടൈമിലാണെങ്കിൽ നമ്മുടെ തോഴിയോട് അവളെ കണ്ണ്
തുറക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ഇവിടെ കണ്ണിൽ കിട്ടിയ റിബൺ ആണെങ്കിൽ അവൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഹീറോയിനോട് കണ്ണുറക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിൻ കണ്ണ് തുറന്ന് നോക്കുന്ന സമയത്ത് ആരാ നമ്മുടെ ഹീറോ കേട്ടോ. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിന് വേണ്ടിയിട്ട് കുക്ക് ചെയ്തിട്ടായിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഭയങ്കര ഹാപ്പി ഒക്കെ ആവുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഫസ്റ്റ് ടൈം ആയിരിക്കും നമ്മുടെ ഹീറോയിന് വേണ്ടിയിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം കിച്ചൻ്റെ പരിസരത്ത് പോലും വന്നിട്ടുണ്ടായിരിക്കില്ല. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഞാൻ ഉണ്ടാക്കിയ ഡിഷാന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് ട്രൈ ചെയ്യാൻ പറയുന്നുണ്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത്. അപ്പോൾ ഇവള് നോക്കിയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോൻ്റെ കൈ ചെറുതായിട്ട് ഇങ്ങനെ മുറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ അത് നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ പറയുന്നത് അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നീ ഫുഡ് കഴിച്ച് നോക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ അത് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനോട് ചോദിക്കുന്നുണ്ട് ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളും ആന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ ക്ലോസ് അടിക്കുന്ന സമയത്തുണ്ടല്ലോ അവിടേക്ക് രണ്ടാൾക്കാർ വരുന്നുണ്ട്. നമ്മുടെ കൺസേർട്ടിൻ്റെ പണിയാണ് കേട്ടോ. നമ്മുടെ ഹീറോയിനെ അറ്റയ്ക്ക് വേണ്ടി വരുന്നതായിരിക്കും. ആ ടൈമിൽ നമ്മുടെ ഹീറോയിനെ ഫ്രണ്ടിൽ കയറുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയ്ക്ക് വെട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നീട് ആ സീൻ കട്ട് ചെയ്തിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോയിനെ കാണണമെന്ന് പറഞ്ഞ് വന്ന് കരയുന്നുണ്ട്. പക്ഷേ അവൻ്റെ അമ്മയാണെങ്കിൽ അതൊന്നും കേൾക്കണില്ല കേട്ടോ. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് പ്ലീസ് എനിക്കൊന്ന് കണ്ടാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇവൻ പുറത്തേക്ക് വരുന്നില്ല. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയാണ് നീ പുറത്തേക്ക് വന്നില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ പാലസ് വീട്ടിൽ പോകും പിന്നീട് ഒരിക്കലും എന്നെ കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളാണ് ഞാൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ഹീറോ പുറത്തേക്ക് വരുന്നുണ്ട്. പിന്നീട് അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ അമ്മേനെയാണ് കേട്ടോ. അമ്മയാണെങ്കിൽ കൺസൾട്ടിന് ഫസ്റ്റ് വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ. എന്നിട്ട് പറയാണ് ഇനിമേൽ നീ പാലസിൽ വേണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ് ഇവിടുത്തോടു കൂടി നിൻ്റെ എല്ലാ സ്ഥാനം ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനും അച്ഛനെയാണ് കേട്ടോ. അവൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ഹീറോയിൻ്റെ ഡെലിവറി ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ ടൈമിൽ ഇവന് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അച്ഛനും പറയുന്നത് നീ ടെൻഷൻ അടിക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ തോഴിയാണെങ്കിൽ പുറത്തേക്ക് വന്നിട്ട് പറയാണ് നമ്മുടെ ഹീറോയും പ്രസവിച്ചെന്ന് പറയുന്നുണ്ട് ആൺകുട്ടിയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഹീറോ പറയുന്നത് ഞാനൊരു അച്ഛനായി. അപ്പോൾ നമ്മുടെ ഹീറോൻ്റെ അച്ഛൻ പറയുന്നത് ഞാനൊരു മുത്തശ്ശനായി എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ നേരെ നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോനെ കണ്ടിട്ട് പറയാണ് എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയാണ് അതൊന്നും കുഴപ്പമില്ല നമുക്കൊരു കുട്ടീനെ കിട്ടിയില്ലെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നത് അത് ശരി അപ്പോൾ നിങ്ങൾക്ക് കുട്ടിയാണെങ്കിലും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഹീറോയിൻ പറയുന്നുണ്ട് സത്യം പറയും നിങ്ങൾക്ക് കുട്ടിയാണ് ഞാനാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് എനിക്ക് നീ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുട്ടി വേണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയും ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ രണ്ടുപേരും ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നിടത്താണ് നമ്മുടെ ഈ ഡ്രാമ എൻഡ് ആവുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ ബൈ.